ഹലോ, നോക്കി നമ്മുടെ വീട്ടിലേ നമ്മുടെ യെല്ലോ പിയോണി ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരാളിത് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്നലെ ചരിഞ്ഞു പോയത് കേട്ടോ. കവളിൽ നിന്ന് ഇങ്ങനെ നല്ല രസമില്ലേ കാണാനായിട്ട്. അതിൻ്റെ പ്രത്യേകം നല്ലൊരു ഭംഗിയാട്ടോ അവരെ കാണാനായിട്ട്. എനിക്കൊരു കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, ഒരു കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതെ നമ്മുടെ യെല്ലോ പിയോൺ ഇത് ഇവിടെ നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. ഇത് യെല്ലോ പിയോൺ എന്ന് പറയുമ്പോൾ പ്യൂറായിട്ടും യെല്ലോ കളറല്ല, ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡാണ്. വൈറ്റ് ഷെയ്ഡിൽ യെല്ലോ ഷെയ്ഡ് കണ്ടില്ലേ, ഈ സെൻറ്ററിലൊക്കെ കാണുന്ന പോലെയാണ്. ലീഫിലൊക്കെ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ കേട്ടോ. അപ്പം കുറേ ഇഷ്ടം പോലെ മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പൂ നമുക്കിവിടെ വിരിഞ്ഞിട്ടുണ്ട്. രണ്ടാളും നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, പ്രത്യേകം നല്ലൊരു കളറും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. എന്താ ഇഷ്ടം പോലെ മുട്ടുകൾ നമുക്കതിങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ടൈം 2 നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ, യെല്ലോ ഷെയ്ഡ്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ അടുത്ത് ഏതാ പറയുള്ളത്, അതെ നമ്മുടെ ചന്ദ്രഭാഗയുണ്ട്. ചന്ദ്രഭാഗ തേ നിൽക്കും നമ്മുടെ ചന്ദ്രഭാഗ കുട്ടി. നല്ല രസമില്ലേ കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് എന്തായാലും അടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചന്ദ്രഭാഗ അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിലൊരു കുഞ്ഞി മുട്ടിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഒരാളും കൂടെ വിരിഞ്ഞാനായിട്ട്, ഇനി 2-3 ദിവസം കൊണ്ട് കഴിയുമായിരിക്കും വിരിയാനായിട്ട്. ഇത് ഇവിടെ ഒരാളും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് കേട്ടോ ഈ കാണുന്നത്. ഇതുണ്ട്, ഇത് ആ ഭാഗത്തും കുറേ മെക്സിക്കൻ സ്ക്വാഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിനൊക്കെ മഴയില്ല, ഇത്രയും കാലം മഴയുള്ളതുകൊണ്ട് നമുക്ക് കാണിച്ചിട്ട് പറ്റില്ല കേട്ടോ. ഇതാണ് മെക്സിക്കൻ സ്ക്വാഡ് കേട്ടോ. ഇങ്ങനത്തെ വാട്ടർ പ്ലാന്റ്സ് കുറേ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളൂ, വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ 3-4 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും കേട്ടോ. 3-4 വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഇതേപോലെ റേറ്റ് കമ്മിയായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. ഇതേ അതല്ലേ, ഇതൊക്കെ ഫുൾ തൈകൾ കേട്ടോ. ഇത് ഇവിടെ നിന്ന് വരുന്ന ഇതൊക്കെ തൈകളാണ്. ഇത് ഇഷ്ടംപോലെ പൂവുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതേ നമ്മുടെ ലിയാങ്കളിക്കൊച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ലിയാങ്കളിക്കൊച്ചാണ് ഈ കാണുന്നത്, ലിയാങ്കളിക്കൊച്ച്. ഇതേ ഒരാളിവിടെ വെള്ളത്തിൽ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അടിച്ച് ചെരിഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. അത് തണ്ട് വെയിറ്റ് കൂടിയിട്ടേക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ലിയാങ്കളിക്കൊച്ച് നമുക്ക് നേരെ നിർത്താം. ലിയാങ്കളിക്കൊച്ച് അവിടെ നേരെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആട്ടോ നമ്മുടെ ലിയാങ്കളി. നമുക്കിത് വേണമെങ്കിൽ എന്താ പറയുക, ബൗൾ ലോട്ടസൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ ലിയാങ്കളി കേട്ടോ. പിന്നെ നമ്മുടെ ഫോറിനർ ഇത് ഇവിടെ വീണ്ടും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്യൂബേഴ്സൊക്കെ എടുത്ത് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് മേടിച്ചു, ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഞാൻ റേറ്റ് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിലപ്പുറം കുറേ പേരൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി നട്ട നമ്മുടെ ലിയാങ്കളി നട്ടത് അവിടെ നിൽക്കുന്നത്. സോറി, ലിയാങ്കളി അല്ല, നമ്മുടെ ഫോറിനറാണ്. അതെ, അതിലും നമുക്കൊരു മുട്ടിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫ് വന്നു, ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിനടിയിൽ നമുക്കൊരു മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മുകളിലോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓരോ സ്റ്റാൻഡിങ് ലീഫിലും നമുക്ക് മുട്ട തരും. പിന്നെ നമ്മുടെ ഇതെന്താണെന്നറിയോ, ഹേർട്ട് ബ്ലഡാണ്. നല്ല ഡാർക്ക് റെഡാണ് അതിൻ്റെ പൂവ് കേട്ടോ. അതിൻ്റെ പൂവൊക്കെ ഞാൻ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. എല്ലാം വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡിൻ്റെ ചെടി ഇതേ അതല്ലേ, ഇങ്ങനെയാണ് വരട്ടെ. നമ്മൾ ചെറിയ പാത്രത്തിൽ വെച്ചാൽ മതി, വലിയ പാത്രത്തിലൊന്നും വെക്കണമെന്നില്ല. കുഞ്ഞു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചുറ്റും ഇതേപോലെ ഇങ്ങനെ അടിപൊളിയായിട്ട് പൂക്കൾ നമുക്ക് ഇഷ്ടം പോലെ തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ തൈകളുണ്ട്. പിന്നെ നമ്മുടെ അമേരി പിയോണി ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ അമേരി പിയോണി നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അമേരി പിയോണി നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മുടെ അമേരി പിയോണി. അപ്പം അമേരി പിയോണിൻ്റെ ട്യൂബേഴ്സ് എടുക്കാനായിട്ടില്ല. ഇതിൻ്റെ ലീവ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആ ലീവ്സും കാര്യങ്ങളൊക്കെ പോയ ശേഷമാണ് നമുക്ക് ഇനി അമേരി പിയോണി ട്യൂബേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി കുറേ ആൾക്കാരുണ്ട് ഇവിടെ ട്യൂബേഴ്സ് എടുക്കാൻ, പക്ഷേ അവൻ്റെ ഒന്നും ഇപ്പോൾ ആയിട്ടില്ല. ആകുമ്പോൾ ഞാൻ എന്തായാലും സെയിൽ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡും ജാപ്പോണിക്കിൻ്റെയൊക്കെ വെറൈറ്റി പെടുന്നൊരു വേറൊരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഇത് ഇഷ്ടംപോലെ നമുക്ക് ഫ്ലവറിങ് തന്നെ ഒരു അടിപൊളി പൂവാട്ടോ. ഇതിപ്പം തൈ കൊടുക്കാനായിട്ടില്ല, ആവുന്നേ ഉള്ളൂ, വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മെക്സിക്കോ കണ്ടോ,
ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ട്. 30 രൂപേൻ്റെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ വരെ നമുക്കിത് പൂ തരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ പേരെനിക്കറിയില്ല കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ വരുന്നതാണ്. ഞാൻ ഓൺലൈനിൽ ഒരു കസിൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്നു കേട്ടോ, ഓൺലൈനിൽ നിന്ന്. ഇന്ന് നമ്മുടെ ഇവർ ആമ്പൽ ഇവിടെ ഇത് വലിയ ഭംഗിയൊന്നുമില്ലാത്ത പൂവാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പൂ ഞാൻ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്, വാട്ടർ പോപ്പി, പെന്നി വീട്ട്. ഇത് വാട്ടർ പോപ്പി. ഇതൊരു ബ്ലൂ കളറിൽ ബ്ലൂ അല്ല കേട്ടോ, യെല്ലോ കളറിൽ ഫ്ലവറിങ് തരുന്ന ഒരു പൂവാണ് നമ്മുടെ വാട്ടർ പോപ്പി. അത് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ തൈ നമുക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടെ കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊന്നും കൊടുക്കാനായിട്ടില്ല കേട്ടോ, ഇവരെ ഞാൻ ഇപ്പോൾ കൊടുക്കില്ലേ. നമ്മളുടെ ആമ്പൽ ഇഷ്ടംപോലെ പൂമ്പാറ്റകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേ പോണു, ഇതേ പോകുന്നുണ്ട് പൂമ്പാറ്റകൾ. ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ വരുന്നുണ്ട്. നമ്മുടെ ആമ്പൽ കളക്ഷൻ എവിടെയാണ് വിരിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി. ഇതിൻ്റെ വെള്ളമൊക്കെ ഭയങ്കര ക്ലീനാണ് കേട്ടോ. എല്ലാ പോട്ടിലും വെള്ളം ക്ലീനാണ്. നമ്മൾ ഇന്നലെ വെള്ളം ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും മാറ്റിയിട്ടുണ്ട്. വെള്ളം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പോട്ടിലും നമ്മൾ വെള്ളം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ നിലക്കടല ഗ്രൗണ്ട് നട്ട് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതിലും പൂട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് ഉണങ്ങുമ്പോഴാണ് നമ്മളിതൊന്ന് വലിച്ചെടുക്കേണ്ടത്. കുറേ അടിയിൽ വേസ്റ്റ് ചെടികളൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും കാര്യമില്ല, അതൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കണ്ടില്ലേ, ജാപ്പോണിക്കാണ് കാണുന്നത്. ജാപ്പോണിക്ക എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ജാപ്പോണിക്കാണ് കേട്ടോ. കാരണം നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പൂവാണിത്. ഭയങ്കര ഇഷ്ടമാണ് ജാപ്പോണിക്കനെ. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ വീട്ടിലെ ചെടികളും നമ്മുടെ വീടും നാടും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വേണം, നല്ല നല്ല കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് തോന്നുവാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം കേട്ടോ. എന്നാലും നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റാൻ കാര്യം എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മാറ്റണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മുടെ ഗാർഡനിൽ ചേഞ്ചൊക്കെ വരുത്താൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ, സീ യു.